അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന വാർത്തകൾ പലപ്പോഴും ലോകത്തെ ഞെട്ടിക്കാറുണ്ടെങ്കിലും താലിബാൻ ഭരണകൂടം അടുത്തിടെ നടപ്പാക്കിയ പുതിയ ക്രിമിനൽ നടപടിക്രമങ്ങൾ മാനവികതയ്ക്ക് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിൽ ലോകം സമത്വത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മധ്യകാലഘട്ടത്തിലെ ഗോത്ര നിയമങ്ങളിലേക്കും അടിമത്തത്തിലേക്കും പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. താലിബാന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അബുൻസാദ ഒപ്പുവെച്ച പുതിയ നിയമം കേവലം ഒരു ചട്ടക്കൂടല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാൻ ജനതയെ തട്ടുകളായി തിരിച്ച് അടിച്ചമർത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഈ നിയമം എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇത് എന്തുതരം ആശങ്കകളാണ് സൃഷ്ടിക്കുന്നതെന്നും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. താലിബാൻ കൊണ്ടുവന്ന പുതിയ നിയമസംഹിതയുടെ ഏറ്റവും അപകടകരമായ വശം അത് ജനങ്ങളെ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കുന്നു എന്നതാണ്. ആധുനിക നിയമവ്യവസ്ഥകൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന തത്വത്തിൽ വിശ്വസിക്കുമ്പോൾ താലിബാൻ ഇവിടെ പ്രാകൃതമായ ഒരു ശ്രേണി സംവിധാനം നടപ്പിലാക്കുന്നു. മതപണ്ഡിതന്മാർ അഥവാ ഉല്ലമ്മകൾ അവർ 1ാമത്തെ വിഭാഗത്തിലും വരേണ്യവർഗമായ അഷ്റഫ് 2ാമത്തെ വിഭാഗത്തിലും ഉൾപ്പെടുന്നു. 3ാമതായി മധ്യവർഗത്തെയും 4ാമതായി സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരെയും തരംതിരിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു സാമൂഹിക വിഭജനമല്ല, മറിച്ച് ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ നിശ്ചയിക്കുന്നത് അയാളുടെ ജാതിയോ പദവിയോ ആയിരിക്കും എന്ന പ്രഖ്യാപനമാണ്. ഈ വേർതിരിവ് നീതി എന്ന സങ്കല്പത്തെ തന്നെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 9 പ്രകാരം ശിക്ഷാ നടപടികൾ പരിശോധിക്കുമ്പോൾ ഈ അനീതിയുടെ ആഴം വ്യക്തമാകും. ഒരു മതപണ്ഡിതൻ ഗുരുതരമായ കുറ്റം ചെയ്താലും അയാൾക്ക് ലഭിക്കുന്നത് കേവലം ഒരു ഉപദേശം മാത്രമായിരിക്കും. വരേണ്യവർഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിക്കുകയും മാന്യമായ രീതിയിൽ താക്കീത് നൽകുകയും ചെയ്യും. എന്നാൽ ഇതേ കുറ്റം ഒരു സാധാരണക്കാരനോ ദരിദ്രനോ ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾ നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായ ശാരീരിക പീഡനങ്ങളാണ്. തടവ് ശിക്ഷയ്ക്ക് പുറമെ പൊതുമധ്യത്തിൽ വെച്ചുള്ള ചാട്ടവാറടി പോലെയുള്ള പ്രാകൃത ശിക്ഷാരീതികൾ ഇവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് അധികാരം ഉള്ളവന് നിയമം സംരക്ഷണമൊരുക്കുമ്പോൾ അധികാരം ഇല്ലാത്തവൻ നിയമത്തിൻ്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്നു. ഇത് പരോക്ഷമായി അടിമത്തം നിയമവിധേയമാക്കുന്നതിന് തുല്യമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അടിമത്തം എന്നത് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ട ഒന്നാണെന്ന് ലോകം വിശ്വസിക്കുന്നിടത്താണ് താലിബാൻ സ്വതന്ത്രർ എന്നും അടിമകൾ എന്നും പൗരന്മാരെ വേർതിരിക്കുന്നത്. പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളിലും ഈ പദപ്രയോഗങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് കേവലം പദപ്രയോഗങ്ങളല്ല, മറിച്ച് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ മറ്റുള്ളവരുടെ അധീനതയിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുള്ള ഒന്നാണ് അടിമത്തം. എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളെയോ മാനദണ്ഡങ്ങളെയോ താലിബാൻ ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ നിയമപരിഷ്കാരം. കോടതികളെ സ്വതന്ത്രമായ നീതിന്യായ നിലയങ്ങളായല്ല, മറിച്ച് താലിബാന്റെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാനുള്ള ഉപകരണങ്ങളായാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നീതി നിർവഹണത്തിലെ സുതാര്യതയും ഈ പുതിയ നിയമം ഇല്ലാതാക്കുന്നു. പ്രതിക്ക് അഭിഭാഷകനെ വയ്ക്കാനുള്ള അവകാശമില്ല എന്നത് ഭരണഘടനാപരമായ എല്ലാ സുരക്ഷാ കവചങ്ങളെയും തകർക്കുന്ന ഒന്നാണ്. ഒരാൾക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായ സഹായം ലഭിക്കില്ലെന്ന് വരുമ്പോൾ കോടതികൾ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളായി മാറും. തെറ്റായ ശിക്ഷ ലഭിച്ചാൽ അതിനെതിരെ അപ്പീൽ പോകാനോ നഷ്ടപരിഹാരം തേടാനോ ഉള്ള അവകാശവും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ഇതിലുമേറെ ഭയാനകമായ കാര്യം കുറ്റം തെളിയിക്കാൻ കുറ്റസമ്മത മൊഴികളെ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ്. ഇത് പ്രതികളെ ക്രൂരമായി പീഡിപ്പിച്ച് നിർബന്ധപൂർവം കുറ്റം സമ്മതിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് നൽകുന്നതിന് തുല്യമാണ്. ശാസ്ത്രീയമായ അന്വേഷണ രീതികൾക്കോ തെളിവുകൾക്കോ ഇവിടെ സ്ഥാനമില്ലാതാകുന്നു. സാംസ്കാരികമായ അടിച്ചമർത്തലുകളും ഈ നിയമത്തിൻ്റെ ഭാഗമാണ്. നൃത്തം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആളുകൾ ഒത്തുചേരുന്നതോ ഒക്കെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജനതയുടെ സന്തോഷങ്ങളെയും സാംസ്കാരിക വിനിമയങ്ങളെയും ഭയത്തിലൂടെ ഇല്ലാതാക്കാനാണ് ഭരണകൂടം ഇവിടെ ശ്രമിക്കുന്നത്. ശിക്ഷകൾ നിശ്ചയിക്കുന്നതിൽ ജഡ്ജിമാർക്ക് നൽകിയിട്ടുള്ള വിവേചനാധികാരം നിയമത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ഓരോ ജഡ്ജിയുടെയും വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ശിക്ഷകൾ മാറാമെന്ന അവസ്ഥ വരുമ്പോൾ അവിടെ നിയമവാഴ്ചയല്ല, മറിച്ച് വ്യക്തിവാഴ്ചയാണ് നടക്കുന്നത്. പുരോഹിതന്മാരെയും മതനേതാക്കളെയും നിയമത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഒരു പ്രത്യേക വിഭാഗത്തിന് എന്ത് ക്രൂരതയും ചെയ്യാനുള്ള അധികാരം താലിബാൻ നൽകുകയാണ്. അഫ്ഗാൻ മനുഷ്യാവകാശ സംഘടനയായ നവാദരി ഉൾപ്പെടെയുള്ളവർ ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ ചില മനുഷ്യർ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്നും ചിലർ എന്നേക്കും താഴ്ന്നവരായി മാറപ്പെടുമെന്നുള്ള പ്രഖ്യാപനം മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. ഇത് അഫ്ഗാനിസ്ഥാനിലെ ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടും. അന്താരാഷ്ട്ര സമൂഹം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ നയതന്ത്രപരമായും നിയമപരമായും ഇടപെടേണ്ട സമയമാണിത്. ഉപരോധങ്ങൾക്കും ചർച്ചകൾക്കും അപ്പുറം ഒരു ജനതയുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ആഗോള ഉത്തരവാദിത്തം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്.
ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പുതിയ നിയമങ്ങൾ ഒരു ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ മാത്രം കഥയല്ല, മറിച്ച് ലോകം ഇത്രകാലം പോരാടി നേടിയെടുത്ത മനുഷ്യാവകാശ മൂല്യങ്ങളുടെ തകർച്ച കൂടിയാണ്. ഒരു വശത്ത് സാങ്കേതികവിദ്യയും പുരോഗതിയും ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് ഒരു രാജ്യം മുഴുവൻ ഇരുട്ടിലേക്ക് മറയുന്നത് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. നീതി എന്നത് അധികാരമുള്ളവന്റെ ഔദാര്യമല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അവകാശമാണെന്ന ബോധ്യം അഫ്ഗാൻ മണ്ണിൽ വീണ്ടെടുക്കേണ്ടതുണ്ട്. താലിബാന്റെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയായി മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.